പക്ഷെ നമ്മുടെ ഇവിടത്തെ നാട്ടുകാർക്ക് പരമാവധി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്താലാ സന്തോഷം. ഇത് കാണുന്ന ഓരോ ആണുങ്ങളും ചിന്തിക്കേണ്ടത് ഇത് ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല, നാളെ ഏതൊരു ആണിനെ കിട്ടിയാലും കുറച്ച് ദിവസം അവൻ ജയിലിൽ കിടക്കട്ടെന്ന് എന്ന ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ ഭരണകൂടം എടുക്കുന്നത്. ഇത് നാളെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആണുങ്ങൾക്കും ബാധകമാവും. നാളെ വ്യാജ പരാതിയോ അർത്ഥസത്യത്തിനുള്ള പരാതിയോ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ ഉള്ളിൽ പോവും. നമ്മളടക്കമുള്ള ആണുങ്ങൾ ഉള്ളിൽ പോവും. വേറെ ആരും കാണില്ല. കൂടെ നിൽക്കുന്നവരും തള്ളി പറയും. കാര്യം കൂടെ നിൽക്കുന്നവർ തള്ളി പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പുരോഗമനവാദി പട്ടം കിട്ടില്ല. അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കൊളീഗുകൾ നാളെ നിങ്ങളെ തെള്ളി പറഞ്ഞില്ലെങ്കിൽ അവർ മനസ്സിൽ കാണും, ഞാൻ ഇവരെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്കിൽ മറ്റൊരു വിഷയം വരുമ്പോൾ ഇവന്റെ വിഷയത്തിൽ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ ആക്രമിക്കും എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ ആണിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആലങ്കാരികമായി പറയുകയാണ്. ഒരു വരി കൂടി പറഞ്ഞു സാർ, ഒരു വരി കൂടെ പറഞ്ഞു എങ്ങനെയൊക്കെ വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആണും ആലോചിക്കേണ്ടത്, നാളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ രാഹുൽ ഈശ്വറിനെ പോലുള്ള കുറച്ചുപേരെ നിങ്ങളുടെ കൂടെ പോലും കാണും. എന്തുകൊണ്ടാണെന്നറിയാമോ? ബാക്കിയുള്ളവർ അവിടെയും അസ്പർശ്യത കാണിക്കും, അൺടച്ചബിലിറ്റി കാണിക്കും. അവൻ പീഡകനായി, അവൻ പീഡകനായി, പോക്സോക്കാരനായി, അവൻ പെർവേർട്ടായി, റേപ്പിസ്റ്റായി, കൊച്ചു കുട്ടികളെ ചെയ്യുന്നവനായി, അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായി. ഈ അവസ്ഥയിൽ നിങ്ങൾ വരാതിരിക്കാൻ, ഞാൻ വരാതിരിക്കാൻ, എനിക്ക് 2 ആൺമക്കളാണ്, നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ വരാതിരിക്കാൻ, ഈ നാട്ടിലെ പുരുഷന്മാർ വരാതിരിക്കാൻ നമ്മൾ നോക്കണം. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇലയെ വീണാലും പുരുഷൻ ജയിലിൽ പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.